മലയാള സിനിമയുടെ തിരക്കഥ എക്കാലവും ഏത് ഇൻഡസ്ട്രിയിലുള്ള തെലുങ്കായാലും തമിഴായാലും ബോളിവുഡ് ആയാലും മലയാള സിനിമയുടെ തിരക്കഥകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. മലയാള സിനിമയുടെ നട്ടലെന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയുടെ തിരക്കഥയാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഒരുപാട് പുറത്തുള്ള ബോളിവുഡ് നടന്മാരും ഈ സൗത്ത് ഇന്ത്യയിലുള്ള മറ്റു ഭാഷകളിൽ അഭിനയിക്കുന്ന നടന്മാരുടെയൊക്കെ ഹീറോയിൻസിൻ്റെയൊക്കെ ഒരു സ്വപ്നമാണ് മലയാളത്തിൽ ഒരു ചാൻസ് കിട്ടി അഭിനയിക്കുന്നുള്ളത്. പണമല്ല അവിടെ പ്രശ്നം, ആ ഒരു കഥാപാത്രമാണ്. എല്ലായ്പ്പോഴും ഇപ്പോൾ എത്ര മോശം പടമാണെന്ന് പറഞ്ഞാലും അതൊരു കഥാതന്തു എപ്പോഴും മലയാള സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ആര് കൊണ്ട് കടക്കൽ കത്തിവെച്ചാലും അതിനെ മലയാളികൾ എതിർക്കും. അത് പ്രത്യേകിച്ച് സിനിമാ പ്രവർത്തകർ നന്നായിട്ട് തന്നെ എതിർക്കും. അത്തരമൊരു എതിർപ്പാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നടന്നത്. അതൊരു വലിയ വിവാദമായി മാറുകയുണ്ടായി. വേറൊന്നുമല്ല, നമുക്കറിയാം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇറങ്ങിയ സമയത്ത് അനുപമ പരമേശ്വരൻ്റെ തിരിച്ചുവരവ് നല്ലൊരു അടിപൊളി സ്റ്റോറിയാണ്. ഒരു കുറേ നാളിന് ശേഷം ഒരു കോർട്ട് റൂം ഡ്രാമ ഇതൊക്കെ വരുന്നൊക്കെ നമ്മൾ സന്തോഷിച്ചു. കഴിഞ്ഞ ജൂൺ 26-നോ 27-നോ റിലീസ് ചെയ്യേണ്ട പടമായിരുന്നത്. അപ്പോൾ ജാനകി എന്ന ആ ഒരു സെൻസർ ബോർഡിന്റെ ഒരു കണ്ടെത്തലാണ്, ജാനകി എന്ന പേരിട്ടിരിക്കുന്നതുകൊണ്ട് 92 അടുത്ത് വെട്ട് വേണം, സെൻസർ ചെയ്യണം. അതുകൂടാതെ റിലീസിങ് മാറ്റി. അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവരും മറ്റേ നട്ടലില്ലാത്തവരല്ലല്ലോ. എന്ത് പറഞ്ഞാലും സെൻസർ ബോർഡ് എന്ത് പറഞ്ഞാലും അപ്പാടെ വിഴുങ്ങാനിരിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ അതിന് നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും ഒരുമിച്ച് നിന്നു. അവരെ ഫൈറ്റ് ചെയ്ത് ഒരു കോടതിയിൽ പോയി. ഇപ്പൊ അത് വിജയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ പൂർണ്ണമായ വിജയം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു 95% ഒരു വിജയിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും എന്തായാലും ഒരു ഫൈറ്റിന് പരിപൂർണമായിട്ട് ഫലപ്രാപ്തി കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ പറയുന്ന 96 കട്ടുകളും അതേപോലെ കോർട്ട് സീനുകളിൽ വരുന്ന ജാനകി എന്ന് പറയുന്ന പരാമർശം മ്യൂട്ട് ചെയ്യണം. ആ പേര് വിളിക്കുന്ന ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്നുള്ള 2 കട്ടുകളിലേക്ക് മാത്രം സെൻസർ ബോർഡ് പിടിവാശി ഒതുക്കിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ആ ഒരു ഫൈറ്റിന്റെ ഒരു വിജയം തന്നെയാണെന്ന് പറയേണ്ടി വരും. അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംവിധായകൻ പ്രവീൺ നാരായണന്റെ മാത്രം ഫൈറ്റ് അല്ല, ആ നിർമ്മാതാക്കളുടെ മാത്രം ഫൈറ്റ് അല്ല, മലയാള ഇൻഡസ്ട്രി അടക്കം നമ്മൾ കണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ സെൻസർ ബോർഡിന്റെ ഓഫീസിന് മുന്നിൽ നമ്മുടെ ഡയറക്ടർ അതായത് ഈ കട്ടുകൾ ചപ്പ് ചവറിലേക്ക് പോകും, അനാവശ്യമായിട്ടുള്ള കട്ടുകൾ തിരുത്തപ്പെടണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു രീതിയിലുള്ള ഒരു സ്ട്രൈക്ക് നടന്നു. പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും അതിൽ പങ്കെടുത്തു. എന്തായാലും ഈ ജാനകി എന്ന് പറയുന്ന പേരാണ് സെൻസർ ബോർഡിനെ ചൊടിപ്പിച്ചത്. അതായത് സീതയുടെ പര്യായമായിട്ടുള്ള നമ്മുടെ രാമായണത്തിലെ രാമന്റെ ഭാര്യയായിട്ടുള്ള പത്നിയായിട്ടുള്ള സീതയുടെ പര്യായമാണ് ജാനകി എന്നുള്ള പേര്. പക്ഷേ ഞാൻ ആലോചിക്കുന്ന കാര്യം ശാരികയെ തീർച്ചയായിട്ടും ഒരു അതിജീവിതയുടെ കഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിമിതമായ അറിവേ ഉള്ളൂ, മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പരിമിതമായ അറിവേ ഉള്ളൂ. കാര്യം അതിന്റെ കഥ അല്ലെങ്കിൽ കഥാതന്തു എന്താന്നുള്ളത് പുറത്തു വിടില്ല. എങ്കിൽ പോലും ഒരു അതിജീവിതയുടെ കഥ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ഫൈറ്റിന്റെ കഥയാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ അത് മഹത്തരമാവുകയല്ലേ ഉള്ളൂ. അതിനൊരു ദൈവത്തിന്റെ പേരോ ദൈവത്തിന്റെ പര്യായമോ അവർക്കില്ലല്ലോ ചെയ്യുന്ന ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുന്നു. ഈ സെൻസർ ബോർഡിലേക്ക് ഇരിക്കുന്ന ആരാണ്, എന്ത് ക്വാളിറ്റിയിലാണ്, എന്ത് വിദ്യാഭ്യാസ യോഗ്യതയിലാണ്, എന്ത് വിദ്യാഭ്യാസ യോഗ്യത അല്ല ഇതിന്, എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ. അധികം ഈ പറഞ്ഞ കണക്ക് കളിച്ചു കഴിഞ്ഞാൽ ശാരികയുടെ പേരിന്റെ ഫ്രണ്ടിൽ വി ശാരിക സെൻസർ ബോർഡ് അവിടെ കത്തി വെച്ച് അത് ശരിയാണ്, പേടിക്കണം. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എന്തായാലും സിനിമ നിർമ്മിക്കാനും എന്ത് തന്നെയായാലും നമ്മുടെ മലയാള സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ കഥയാണ്. അപ്പോൾ അതിൽ തിരുത്തുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആത്മാവിനെയാണ് അവിടെ. എങ്കിൽ പിന്നെ ആ സിനിമ ഒരിക്കലും പെട്ടിയിൽ തന്നെ റിലീസ് ചെയ്യാതെ പെട്ടി തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം മലയാള സിനിമയ്ക്ക് മറ്റ് ഭാഷകൾ അനലൈസ് ചെയ്യുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ഉണ്ടാകുന്നത് ഈ തിരക്കഥയിൽ നിന്ന്, പവർഫുൾ ആയിട്ടുള്ള തിരക്കഥകളിൽ നിന്നാണ്. ആ പവർഫുള്ളായ തിരക്കഥ മാറ്റുക, അതിൻ്റെ പേര് മാറ്റുക, അതിൻ്റെ ടൈറ്റിൽ മാറ്റണമെന്നാണ് ആദ്യം സെൻസർ ബോർഡ് ഡിമാൻഡ് ചെയ്തത്. അതുകൂടാതെ ഈ ജാനകി എന്ന് പേര് പരാമർശിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അത് കട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. അത് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തലും. ഇത് സെൻസർ ബോർഡ് ഇപ്പോൾ കോടതിയൊന്നും പറഞ്ഞിട്ടില്ല, സെൻസർ ബോർഡിന് മനസ്സിലായി നടക്കത്തില്ലെന്ന്. അതുകൊണ്ട് അവർ പറയുന്നത് ഇപ്പോൾ 2 കട്ട് മതി. ജാനകി, അതായത് കോർട്ട് റൂമിൽ ഇത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ചില സന്ദർഭങ്ങൾ പരാമർശിക്കുമ്പോൾ ജാനകി എന്നുള്ള പേര് മാറ്റിയിട്ട് വി ജാനകി ഇനിഷ്യലി ചേർത്താൽ മതി എന്ന് പറഞ്ഞു. അതായത് സബ് ടൈറ്റിൽ വരുമ്പോഴത്തേക്കും അതിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വി ജാനകി, ജാനകിക്ക് വരെ വി ജാനകി എന്നോ ജാനകി വി എന്നോ ചേർക്കാം. അത് നിർമ്മാതാക്കളുടെ ഇഷ്ടത്തിന്. ജാനകി വിദ്യാധരൻ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ അതിന് ജാനകി വി എന്നോ വി ജാനകി എന്നോ ചേർക്കാം. അത് സംവിധായകന്റെ ഇഷ്ടത്തിലേക്ക് വിടുന്ന ഒരു മഹാമനസ്കതയും കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇതിന് വേറെ പരിഹാസപരമുള്ള കാര്യം എന്നറിയോ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു, വാർത്തയായി, ആ സിനിമയ്ക്കും വലിയ മൈലേജ് കിട്ടി. അതൊരു രീതിയിൽ അതിന്റെ പ്രൊമോഷനെ ബാധിച്ചു എന്ന് പറയുമെങ്കിൽ പോലും നെഗറ്റീവായിട്ട് പോലും അതിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു. അതിനോടൊപ്പം ഇവർക്ക് വരുന്ന നഷ്ടം ഭീമമാണ്. പലയിടത്തും പ്രൊമോഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു. പോസ്റ്ററിൽ ഉൾപ്പെടെ ഇതിന്റെ ഈ അടിച്ചു വെച്ചേക്കുന്ന ഒട്ടിക്കുന്ന പോസ്റ്ററുകളിൽ പോലും ഇതിന്റെ പേര് മാറ്റേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ചു. കോടികൾ നഷ്ടമായിരിക്കും. ഇതൊരു കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ OTT റൈറ്റ് പോകുന്ന അവസ്ഥയിലേക്ക് പോലും ഇത്ര ദിവസത്തിനുള്ളിൽ OTT റിലീസ്
പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും റൈറ്റുകൾ വിറ്റുപോയത്. അതുകൊണ്ട് ഇനിയും ഒരുപാട് ഫൈറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അന്തിമ വിജയം നേടിയെടുക്കാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഒരു കട്ടുകൾ പോലും ഇല്ലാണ്ട് ഈ സിനിമ ഇറക്കാനും പറ്റുമായിരിക്കും. പക്ഷെ അത്രയും ആൾക്കാരുടെ ചോരയും വിയർപ്പും ഒക്കെ അല്ലേ ശാരിക ഒരു സിനിമ. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രമന്ത്രി, നടന്മാർക്ക് മാത്രമല്ല ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി കൂടെ സുരേഷ് ഗോപി അതിന്റെ മെയിൻ കഥാപാത്രമായിട്ട്, മെയിൻ നായകനായിട്ട് വരുന്നത്. അതായത് ജനയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളായിട്ടോ ജനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിട്ടായിരിക്കും അദ്ദേഹം വരിക. തീർച്ചയായിട്ടും നമുക്കറിയാം അദ്ദേഹം അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പോലും അമർഷമായിരുന്നു. മേ ബി അതൊക്കെ കൊണ്ടാവാം ഇവർ കുറച്ച് ഒതുങ്ങിയത് എനിക്ക് തോന്നുന്നു. പരിമിതി ഉണ്ടായിരുന്നു ശ്രീ സുരേഷ് ഗോപിക്ക് പ്രതികരിക്കാനുള്ള പരിമിതി ഉണ്ടായത് സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ BJP പ്രതിനിധാനം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം അതിൽ പ്രത്യക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒരു BJP-യിലേക്കാൾ കൂടുതൽ ഈ ബോർഡിൽ ഇരിക്കുന്നവരുടെ ഒരു മൈൻഡ് സെറ്റ് ആണ് എനിക്ക് തോന്നുന്നത്. സെൻസർ ബോർഡിൽ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ഇരുന്ന് ഓരോരുത്തന്മാര് കാണിക്കുന്ന പോലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേടന്റെ പിന്നെ പാട്ടുകൾ കൊടുക്കുന്നു, ചിലവർ വേടന്റെ പാട്ട് വേണ്ടാന്ന് പറയുന്നു. ഇത് അവർക്ക് തോന്നുന്ന പോലെയാണെന്നാണ് ചില പ്രശസ്തരായിട്ട് ആൾക്കാർ പറയുന്നത്. ചില ബോർഡുകളിൽ, ചില ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നവരുടെ ഒരു തോന്നിയവാസമാണ് ഈ കാണിക്കുന്നത്. ഒരിക്കലും അത് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന്റേതോ സംസ്ഥാനത്തിന്റേതോ അല്ല. പൂർണ്ണമായിട്ട് വെക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഹിന്ദുത്വ വിശ്വാസങ്ങളിൽ ഈ പറഞ്ഞ കണക്ക് അന്ധമായി വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഉണ്ടല്ലോ. നമ്മളങ്ങനെ തള്ളി പറഞ്ഞതല്ലേ, അവരുടെ യുക്തിക്ക് മീതെ ഈ വിശ്വാസങ്ങളെ പ്ലേസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഏറ്റവും പ്രശസ്തമായ സിനിമയാണ് രാവണപ്രഭു. അതിനകത്ത് രാവണപ്രഭുവിന്റെ കാമുകിയായിട്ട് വരുന്ന ഒരാളുടെ പേരെന്താണ്? ജാൻകി എന്നാണ്. അതിനകത്ത് മോഹൻലാൽ തന്നെ ചോദിക്കുന്നുണ്ട്, ഈശ്വര ഇത് എന്തൊരു ഇതിഹാസം മാറുമോ, രാമന്റെ പത്നിയായ പേരുള്ള ജാനകി രാവണന്റെ ഭാര്യയായി മാറുന്നൊരു അവസ്ഥ. ഇപ്പോഴൊക്കെയാണ് ഈ ഡയലോഗ് എടുത്ത് കാട്ടിക്കളഞ്ഞു സെൻസർ ബോർഡ്. എന്തായാലും ആ സിനിമ ഇന്നും അതൊന്നും സെൻസർ ചെയ്യില്ല, അതൊന്നും ഇത്രയും സെൻസറിങ് ഇല്ല ഒന്നിനകത്തും അല്ലേ. അപ്പൊ ഇതൊക്കെ ചുമ്മാ പൊറോട്ട നാടകങ്ങളാണ്. അത് മാത്രമല്ല ഇതൊക്കെ എന്തൊക്കെയോ വ്യക്തി വൈരാഗ്യം വെച്ച് തീർക്കുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയ അതായത് അഴുക്ക് നിറഞ്ഞ മനസ്സിനുടമകളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ബോർഡുകളിലൊക്കെ വരുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനാണ് അവിടെ നഷ്ടം സംഭവിക്കുക, അല്ലെങ്കിൽ കടക്കിൽ കത്തിവെക്കുന്നത്. എന്തായാലും നമ്മൾ മലയാളികൾ അങ്ങനെ ഒന്നും തോറ്റു കൊടുക്കുന്നവരല്ലല്ലോ. പ്രത്യേകിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യം നമ്മൾ ഒരുപടി മുന്നിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ സിനിമാ പ്രവർത്തകരും അത് തീർച്ചയായിട്ടും കാണിച്ചു. അതിൻ്റെ ഒരു വിജയമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടേത്. തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ എത്തുമ്പോഴും ഇതേ വിജയം തന്നെ അത് കീപ്പ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ശാരിക ഈ കാര്യത്തിലേ നമ്മുടെ കോടതി കാണിച്ച ഇടപെടൽ അഭിനന്ദനീയമാണ്. ശരിക്കും അസ്വാഭാവികമായിട്ട് നടപടിയായിരുന്നു. കോടതി ഈ സിനിമ കണ്ടു. കോടതി സിനിമ കണ്ടിട്ട് കോടതിക്ക് ഇതേപോലുള്ള എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നതിന് കൃത്യമായ മറുപടി കൊടുക്കണമെന്ന് സെൻസർ ബോർഡിനോട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. കോടതിയുടെ ഇടപെടൽ ശക്തമായി ഉണ്ടായതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് മറുപടി കൊടുക്കേണ്ട ആവശ്യകത സെൻസർ ബോർഡിന്, അതായത് സെൻട്രൽ CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസേഴ്സിന് ഉണ്ടായതുകൊണ്ടാണ് ഈ രീതിയിൽ അനാവശ്യമായിട്ടുള്ള പിടിവാശി കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ഇതിനെ നിരീക്ഷിക്കാനായിട്ട്, ഒബ്സർവ് ചെയ്യാനായിട്ട് കോടതിയും കൂടെ മുൻകൈ എടുക്കുന്നുണ്ടെന്നൊരു തോന്നലിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇതേപോലെ ഈ സിനിമയുടെ മുകളിൽ അനാവശ്യമായിട്ടുള്ള പിടിവാശിയിൽ നിന്ന് നമ്മുടെ കേന്ദ്ര സെൻസർ ബോർഡ്, ഫിലിം സെൻസർ ബോർഡ് മാറിയത്. എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സിനിമകൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ഒന്നാകെ സ്വാധീനിക്കാൻ കഴിയുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മീഡിയംസിൽ ഒന്നാണ്, മാധ്യമങ്ങളിൽ ഒന്നാണ്. അതിന് അനാവശ്യമായിട്ടുള്ള കത്തിവെപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തുള്ള കത്രിക വെപ്പ് നമ്മുടെ മനുഷ്യന്റെ പോലും ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളിലേക്കും, ആവിഷ്കാര സ്വാതന്ത്ര്യം കലാകാരന്റെ റൈറ്റ് ആണെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പേര് പോലും, അല്ലെങ്കിൽ പരാമർശങ്ങൾ പോലും ഒഴിവാക്കേണ്ട, സീൻ ബൈ സീനായിട്ട് കഥ എഴുതുമ്പോൾ പോലും ഇത് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന് പോലും ആലോചിക്കേണ്ട അവസ്ഥയിലേക്ക് കലാകാരൻ്റെ ചിന്തകളെ പരിമിതപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതിനൊപ്പം ശാരിക കോടതി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ദൈവങ്ങളുമായിട്ടോ ദൈവവിശ്വാസമായിട്ടോ ബന്ധപ്പെടുന്ന അനേകം പേരുകളുണ്ട്. മുഹമ്മദ് എന്ന് പറയുന്ന പേരുകളൊക്കെ ഒരുപാട് മുസ്ലിംസിനുണ്ട്. രാമൻ എന്ന് പറയുന്ന പേര് ഒരുപാട് ഹിന്ദുക്കൾക്കുണ്ട്. കൃഷ്ണൻ ഒരുപാട് പേർക്കുണ്ട്. ഇവരിൽ തെറ്റും ശരിയും ചെയ്യുന്നത് ആ പേരിന്റെ അർത്ഥത്തിലല്ലോ, അവരുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് ആ പേരല്ലോ. അതെ, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയുവാണ്. നമ്മുടെ നാട്ടിലെ പേര് മാറ്റേണ്ടി വന്നാൽ, നമ്മുടെ നാട്ടിൽ ഏത് മതത്തിലെടുത്ത് നോക്കിയാലും എല്ലാം ബൈബിളിലോ ഖുറാനിലോ ഭഗവത്ഗീതയിലുള്ള പേരുകളുടെ പര്യായങ്ങളാണ് നമ്മൾ ഈ മോഡേൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ആൾക്കാരുടെ പേര് മാറ്റേണ്ടി വരും, ഇനിഷ്യലും മാറ്റേണ്ടി വരും. എന്തായാലും അനാവശ്യമായിട്ടുള്ള പിടിവാശികളിൽ നിന്ന് നമ്മുടെ സെൻസർ ബോർഡ് പിന്മാറിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചെറിയ കോംപ്രമൈസിൽ കൂടെയൊക്കെ ആണെങ്കിലും ഈ സിനിമ വലിയൊരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സംവിധായകനും അതേപോലുള്ള നിർമ്മാതാക്കളും എല്ലാവരും എത്രയും വേഗം തന്നെ ഈ സിനിമ ഇവർ പറഞ്ഞ പോലെ സെൻസർ ചെയ്ത് അതിൻ്റെ റീസെൻസറിങ്ങിനായിട്ട് അപേക്ഷ കൊടുക്കേണ്ട ചെറിയ ഒരു ക്രൈറ്റീരിയയും കൂടി ഇനി കടക്കേണ്ട ആവശ്യമുണ്ട്. 24 മണിക്കൂറിനകത്ത് വീണ്ടും ഈ സിനിമ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ അന്തിമ വേർഷൻ ഈ സെൻസർ ബോർഡ് അംഗീകരിക്കണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഈ സിനിമ നമ്മുടെ തിയേറ്ററിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഈ വിവാദങ്ങൾക്ക് കൊടുത്ത പിന്തുണ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോഴും നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് സകുടുംബം തിയേറ്ററിലേക്ക് എത്തി ആ സിനിമയുടെ ഒരു ഫൈറ്റിനെയും, അല്ലെങ്കിൽ കലാകാരന്മാരുടെ ഒരു ഫൈറ്റിനെയും കൂടെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ആ സിനിമയുടെ വിജയം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്.